ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പി കെ ഹോം അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബോട്ടണി ചാപ്റ്റർ 1 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. ഇന്ന് പാർട്ട് 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. അതിനു മുമ്പായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുക. എങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുന്നതായിരിക്കും. സോ ചാപ്റ്ററിലോട്ട് പോകാം. ഇന്ന് നമ്മൾ പാർട്ട് 3യിൽ പറയാൻ പോകുന്ന മെയിൻ ടോപ്പിക്സ് ആണ് കിങ്ഡം ഫംഗൈ, സിംബയോട്ടിക് അസോസിയേഷൻസ്, ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ആൻഡ് സ്റ്റെപ്സ് ഓഫ് സെക്ഷുവൽ സൈക്കിൾ. സോ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം, കിങ്ഡം ഫംഗൈ. കിങ്ഡം ഫംഗൈയിൽ പറയുന്നത് ദേ ആർ ഹെറ്ററോട്രോഫ്സ്, മെയിൻലി 2 ടൈപ്സ്. അതായത് നമ്മൾ ഫസ്റ്റ് പാർട്ടിലൊക്കെ പറഞ്ഞതാണ് എന്താണ് ഹെറ്ററോട്രോഫ്സ്, മറ്റുള്ള ജീവികളെ ആശ്രയിക്കുന്നവരാണ്. അപ്പോൾ അവർ 2 ടൈപ്സ് ഉണ്ടെന്നാണ് പറയുന്നത്, സാപ്രോഫൈറ്റ്സ് ആൻഡ് പാരസൈറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് സാപ്രോഫൈറ്റ്സ്, ദേ ക്യാൻ അബ്സോർബ് സൊല്യൂബിൾ ഓർഗാനിക് മാറ്റർ ഫ്രം ഡെഡ് സബ്സ്ട്രേറ്റ്സ്. ഡെഡ് സബ്സ്ട്രേറ്റിൽ നിന്നും ഓർഗാനിക് മാറ്റർ, അതായത് സൊല്യൂബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ അബ്സോർബ് ചെയ്യാം. അതായത് ഈ ഇലകളൊക്കെ, കരയിലകളൊക്കെ ഡെഡ് സബ്സ്ട്രേറ്റസ് ആണ്. അതേപോലെ ചത്ത ഓർഗാനിസംസുകളൊക്കെ, അവരൊക്കെ ഡെഡ് സബ്സ്ട്രേറ്റസ് ആണ്. അങ്ങനെയുള്ള ഡെഡ് സബ്സ്ട്രേറ്റ്സുകളിൽ നിന്ന് ഓർഗാനിക് മാറ്റർ അബ്സോർബ് ചെയ്യുക. അതായത് ഇങ്ങനെയുള്ള ഫംഗൈ പോലെയുള്ള ഓർഗാനിസംസിന്, സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസിന് ജീവിക്കാൻ വേണ്ടിയിട്ട് മണ്ണിൽ നിന്ന് ഡെഡ് സബ്സ്ട്രേറ്റസ്, കരിയിലകൾ പോലെയുള്ള ഡെഡ് സബ്സ്ട്രേറ്റസിൽ നിന്നുള്ള ഒരു ഓർഗാനിക് മാറ്റർ, അവർക്ക് ആവശ്യമായിട്ടുള്ള മഗ്നീഷ്യം, കാൽഷ്യം ഒക്കെ അവരതിൽ നിന്ന് അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്, സൊല്യൂബിൾ ആയിട്ടുള്ളത് അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. രണ്ടാമത്തത് പാരസൈറ്റ്സ്. ദേ ആർ ഡിപ്പെൻഡ് ഓൺ ലിവിങ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പാരസൈറ്റ്സ് എന്ന് പറയുന്നത് ആനിമൽസിനെയും പ്ലാന്റ്സിനെയും, മൃഗങ്ങളെയും സസ്യങ്ങളെയും ഒക്കെ, അതായത് ജീവനുള്ള മൃഗങ്ങളെയും സസ്യങ്ങളെയും, അതായത് ഇപ്പോൾ ഒരു മരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവി, അങ്ങനെയുള്ള ഓർഗാനിസംസിനെയൊക്കെ, അങ്ങനെയുള്ള പ്ലാന്റ്സിനെ, ആനിമൽസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അവരെയൊക്കെ ആശ്രയിക്കുന്നവയാണ് ഈ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസിൽ നോക്കിയാലോ. സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ സാപ്രോഫൈറ്റ്സ്, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്ന ഫസ്റ്റ് ഫിഗറിൽ സ്നോ പ്ലാന്റ് ആണ്. സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള ഒരു സ്നോ പ്ലാന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവരെന്താണ്, ഓർഗാനിക് മാറ്റർ, സൊല്യൂബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ ഡെഡ് സബ്സ്ട്രേറ്റസിൽ നിന്നും അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി മറ്റൊരു ഫിഗർ നോക്കൂ, ടിംബ്ലർ, ഒരു ഓറഞ്ച് കളറിലുള്ള ടിംബ്ലറും ഇതേപോലെ തന്നെ സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ എക്സാമ്പിളാണ്. ഇത് ഡെഡ് സബ്സ്ട്രേറ്റസ്, കരിയിലകൾ പോലെയുള്ള ഡെഡ് സബ്സ്ട്രേറ്റസിനെ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. സൊല്യൂബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ ഈ ഡെഡ് സബ്സ്ട്രേറ്റസിൽ നിന്നും അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, ഇനി പാരസൈറ്റ്സിൻ്റെ എക്സാമ്പിൾ നോക്കൂ. പാരസൈറ്റിക്, അതായത് ലിവിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആണ്. ലിവിങ് ആയിട്ടുള്ള ജീവനുള്ള പ്ലാന്റ്സും അനിമൽസും ആണ്. ഇവിടെ നോക്കൂ, പാരസൈറ്റിക് ആയിട്ടുള്ള ഒരു വള്ളി, ഒരു ചെടിയുടെ മുകളിലൂടെ ഇങ്ങനെ ചുറ്റിയിരിക്കുന്നു നോക്കൂ, അതിൻ്റെ കമ്പിലൂടെ ഇങ്ങനെ ചുറ്റിയിരിക്കുന്നത് ഈ വള്ളിയാണ് ഈ പാരസൈറ്റിക് ആയിട്ടെന്ന് പറയുന്നത്. ഓക്കെ, ഈ ജീവനുള്ള ഈ ലിവിങ് പ്ലാന്റിനെ ആശ്രയിച്ച് ജീവിക്കുന്നവയാണ് ഈ പാരസൈറ്റിക് ആയിട്ടുള്ളത്. 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു റെഡ് ഫ്ലവർ നോക്കൂ, അതും പാരസൈറ്റിക് തന്നെയാണ്. മറ്റുള്ള ലിവിങ് പ്ലാന്റ്സിനെയോ ആനിമൽസിനെയോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആശ്രയിക്കുന്നു. ഇനി രണ്ടാമത്തെ ടോപ്പിക്കാണ് സിംബയോട്ടിക് അസോസിയേഷൻസ്. സിംബയോട്ടിക് അസോസിയേഷൻസിൽ 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്, ലൈക്കൻസ് ആൻഡ് മൈക്കോറൈസ. ലൈക്കൻസ്, ഫംഗൈ ഫോംസ് ആൻ അസോസിയേഷൻ വിത്ത് ആൽഗ. അതായത് ലൈക്കൻസ് എന്ന് പറയുന്നത് ഒരു ആൽഗയോടൊപ്പം ഒരു ഫംഗൈ ഫോം ചെയ്യുന്നു, അതായത് ആൽഗയോടൊപ്പം ഫംഗൈ ഒരു അസോസിയേഷൻ ഫോം ചെയ്യുന്നു, അതാണ് ലൈക്കൻസ് എന്ന് പറയുന്നത്. പിന്നെ മൈക്കോറൈസയിൽ ഫംഗൈ ഫോംസ് അസോസിയേഷൻ വിത്ത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്, അതായത് ട്രീസ് ഒക്കെ, മരങ്ങളൊക്കെ,
അവയുടെ റൂട്ട്സിലാണ് ഈ മൈക്കോറൈസ കാണുന്നത്. പ്ലാന്റ്സിൻ്റെ റൂട്ട്സിൽ, അതേപോലെ തന്നെ ട്രീസിൻ്റെ റൂട്ട്സിലൊക്കെയാണ് ഈ മൈക്കോറൈസ കാണുന്നത്. ഒരു സീഡ് പോലെ, ഒരു ചെറിയ സീഡ് പോലെയാണ് കാണുന്നത്. അപ്പോൾ ഹയർ പ്ലാന്റ്സിൽ അതിൻ്റെ പ്ലാന്റ്സിൻ്റെയൊക്കെ റൂട്ട്സിൽ കാണുന്ന റൂട്ട്സിനോടൊപ്പം തന്നെ ഫംഗൈ ഫോം ചെയ്യുന്ന ഒരു അസോസിയേഷനാണ്. ഫംഗൈ രൂപപ്പെടുത്തുന്ന ഒരു അസോസിയേഷനാണ് മൈക്കോറൈസ. അപ്പോൾ ലൈക്കൻസ് എന്ന് പറയുന്നത് ഫംഗൈ ഫോംസ് ആൻ അസോസിയേഷൻ വിത്ത് ആൽഗയാണ്, മൈക്കോറൈസ വിത്ത് റൂട്ട്സ് ആണ്. അപ്പോൾ അത് രണ്ടും ശ്രദ്ധിക്കാം. ലൈക്കൻസിൽ ആൽഗയോടൊപ്പം ഫംഗൈ ഒരു അസോസിയേഷൻ ഉണ്ടാക്കുന്നു. മൈക്കോറൈസ റൂട്ട്സിനോടൊപ്പം, വേരുകളോടൊപ്പം മൈക്കോറൈസ ഫംഗൈ ഒരു അസോസിയേഷൻ റൂട്ട്സിനോടൊപ്പം ഫോം ചെയ്യുന്നു. ഇനി ഈ ലൈക്കൻസിൻ്റെ എക്സാമ്പിൾസ് നോക്കൂ. ലൈക്കൻസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ മരങ്ങളിലൊക്കെ, ഹയർ പ്ലാന്റ്സിലാണെന്ന് നമ്മൾ ഈ മരങ്ങളിലൊക്കെ പറ്റി പിടിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ? ഇതൊക്കെ ലൈക്കൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിളാണ് മൈക്കോറൈസ. മൈക്കോറൈസ റൂട്ട്സിലാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു, പ്ലാന്റ്സിൻ്റെയൊക്കെ റൂട്ട്സിൽ. അപ്പോൾ മറ്റത് ആൽഗയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇനി മൈക്കോറൈസ അസോസിയേഷൻ വിത്ത് ആൽഗയാണ്, ഫംഗി അസോസിയേഷൻ വിത്ത് ആൽഗയാണ് ലൈക്കൻസ്. മൈക്കോറൈസ റൂട്ട്സിൻ്റെയൊക്കെ ഫംഗിയുമായിട്ട് അസോസിയേഷൻ ചെയ്യുന്നതാണ്, റൂട്ട്സിനോടൊപ്പം. കണ്ടില്ലേ ഈ റൂട്ട്സിൽ സീഡ് പോലെ ചെറിയ ചെറിയ ഭാഗങ്ങൾ കണ്ടില്ലേ? അതൊക്കെ മൈക്കോറൈസയാണ്. ഓക്കെ, ഇനി ഡിസീസ് കോസ്ഡ് ബൈ ഫംഗൈ. ഈ ഫംഗസ് കൊണ്ട്, ഫംഗൈ എന്ന് പറയുന്നത് ഒരുപാട് ഫംഗസുകളുണ്ട്. അപ്പോൾ ഫംഗൈൻ്റെ ഡിസീസസ് ആണ്, രോഗങ്ങളാണ് ഈ ഫംഗസ് കാരണമുള്ള രോഗങ്ങൾ. They caused diseases in plants and animals. ആനിമൽസിലും പ്ലാന്റ്സിലും ഇതെന്ത് ചെയ്യുന്നു? രോഗം ഉണ്ടാക്കുന്നു. ഇത് സസ്യങ്ങളിലും രോഗം ഉണ്ടാക്കണം. ഈ ഫംഗസ് സസ്യങ്ങളെയും ബാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ജീവനുള്ള മൃഗങ്ങളെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ്, സസ്യങ്ങളിൽ ബാധിക്കുന്ന ഒരു എക്സാമ്പിളാണ് വീറ്റ് റസ്റ്റ് ഡിസീസ് ബൈ പക്സീനിയ. വീറ്റ് റസ്റ്റ് ഡിസീസ് ബൈ പക്സീനിയ എന്ന് പറയുന്നത് ഒരു രോഗമാണ്. അത് ഈ പ്ലാന്റ്സിൻ്റെയൊക്കെയാണ് കാണുന്നത്. പ്ലാന്റ്സിൽ കണ്ടില്ലേ ഈ ഫിഗറിൽ ഒരു ഓറഞ്ച് പോലെയുള്ള ഒരു ഭാഗം അതിങ്ങനെ പറ്റി പിടിച്ചിങ്ങനെ കിടക്കുന്നത് കണ്ടില്ലേ? ഇലകളിലൊക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ ഈ ഡിസീസ് കാരണമാണ്. ഓക്കെ, പക്സീനിയ എന്ന് പറഞ്ഞാൽ ഈ വീറ്റ് റസ്റ്റ് ഡിസീസ് ബൈ പക്സീനിയ എന്ന് പറഞ്ഞാൽ ഈ ഡിസീസ് കാരണമാണ്. ഇനി സാലിയൻ്റ് ഫീച്ചേഴ്സാണ്, ഈ ഫംഗസിൻ്റെ സാലിയൻ്റ് ഫീച്ചേഴ്സാണ് പറയുന്നത്, ഫംഗസിൻ്റെ മെയിൻ പോയിന്റ്സ്. ഈസ്റ്റ് ഈസ് യൂണിസെല്ലുലാർ ഫംഗസ് ബട്ട് അതേഴ്സ് ആർ മൾട്ടിസെല്ലുലാർ. ഈസ്റ്റ് എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആണ്. യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരൊറ്റ സെല്ല് മാത്രമാണുള്ളത്. യൂണിസെല്ലുലാർ ആണ്, ഒരൊറ്റ സെല്ലാണുള്ളത്. യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഫംഗസ് ആണ്, ഒരൊറ്റ സെല്ലുള്ള ഫംഗസ് ആണ്, സിംഗിൾ സെല്ലുലാർ ആയിട്ടുള്ള ഫംഗസ് ആണ്. ബട്ട് അതേഴ്സ് ആർ മൾട്ടിസെല്ലുലാർ. പക്ഷേ ഈസ്റ്റ് അല്ലാത്തതൊക്കെ എന്താണ്? മൾട്ടിസെല്ലുലാർ ആണ്, ഒരുപാട് സെല്ലുകളുണ്ട്. ഇനി മൈസീലിയം. It is body of fungal contains many hypha. അത് ഫംഗലിൻ്റെ അതൊരു ബോഡിയാണ്. മൈസീലിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബോഡി, അതൊരു ബോഡിയാണ്. ഓഫ് ഫംഗൽ കണ്ടെയ്ൻസ് മെനി ഹൈഫ. ഹൈഫ ഇവിടെ HY ആണ്, HI അല്ല, HY ആണ്, മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ്. അപ്പോൾ ഒരുപാട് ഹൈഫകളുള്ള ഒരു ഫംഗസിൻ്റെ ഒരു ബോഡിയാണ് മൈസീലിയം എന്ന് പറയുന്നത്. ഹൈഫയുടെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഒരുപാട് ഹൈഫകളുള്ള ഫംഗലിൻ്റെ ഒരു ബോഡിയാണ് മൈസീലിയം. ഇനി ഹൈഫ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ലോങ് സ്ലെൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. സം ഹൈഫൈ വിത്ത് ദ ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം ആർ കോൾഡ് കോയനോസൈറ്റിക് ഹൈഫൈ. അപ്പോൾ ഹൈഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ലോങ്, അത് ഇലോങ്ങേറ്റഡ് ആണ്, അതായത് നീളം കൂടിയൊരു ഭാഗമാണ്. ഹൈഫൈ എന്ന് പറഞ്ഞാൽ നീളമുള്ള ഒരു ഭാഗമാണ്. അതെന്തായിരിക്കും? സ്ലെൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രെച്ചസ്, നൂല് പോലെ വളരെ തിന്നായിട്ട്, വളരെ നൂല് പോലെ ആയിരിക്കും. അതായത് സ്ലെൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രെച്ചസ്, നൂല് പോലെ ലോങ് ആയിട്ട് നീളത്തിലായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ കിടക്കുക, അതിൻ്റെ രൂപം അങ്ങനെ ആയിരിക്കും ഉണ്ടാകുക. Some hyphae with the multinucleated cytoplasm.
ചില ഹൈഫകൾ വിത്ത് ദ മൾട്ടി ന്യൂക്ലിയർ സൈറ്റോപ്ലാസം. അതായത് ചില ഹൈഫകൾ സൈറ്റോപ്ലാസം നമുക്കറിയാമല്ലോ, നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ സൈറ്റോപ്ലാസത്തിലാണ് എന്തൊക്കെ ഉണ്ടാവുക, റൈബോസോംസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ സൈറ്റോപ്ലാസം മൾട്ടി ന്യൂക്ലിയർ സൈറ്റോപ്ലാസം ആയിരിക്കും. മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ന്യൂക്ലിയസ് ഉള്ള മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സൈറ്റോപ്ലാസത്തിനോടൊപ്പമുള്ള ഹൈഫകളും ഉണ്ടായിരിക്കും. ചില ഹൈഫകൾ അങ്ങനെയായിരിക്കും. അങ്ങനെയുള്ള ഹൈഫകളെയാണ് കോയനോസൈറ്റിക് ഹൈഫ എന്ന് പറയുന്നത്. ഓക്കെ. Others have septae or cross walls in their hyphae. Others have septae or cross walls in their hyphae. മറ്റുള്ളതിന് സെപ്റ്റേകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ക്രോസ് ആയിട്ടുള്ള വോൾസ് ഉണ്ടാകും അതിൻ്റെ ഹൈഫയിൽ. ചിലതിൻ്റെ ഹൈഫയിൽ ക്രോസ് ആയിട്ടുള്ള വോൾസോ അല്ലെങ്കിൽ അതിന് സെപ്റ്റയോ ഉണ്ടാകും. ചില ഹൈഫകൾ എന്തായിരിക്കും, മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം ആയിരിക്കും. അതെന്നാണ് കോയനോസൈറ്റിക് ഹൈഫെ. മറ്റുള്ളവയ ഈ കോയനോസൈറ്റിക് ഹൈഫെ അല്ലാത്ത മറ്റുള്ള ഹൈഫകളൊക്കെ എന്തായിരിക്കും, സെപ്റ്റേ ഉള്ളതോ അല്ലെങ്കിൽ ക്രോസ് വോൾസ് ഉള്ളതോ ആയിരിക്കും. എന്തിൽ, ഈ ഹൈഫയുടെ ഉള്ളിൽ സെപ്റ്റകൾ ഉള്ളതോ അല്ലെങ്കിൽ അതിന് വോൾസ് ഉണ്ടായിരിക്കും, ക്രോസ് ആയിട്ടുള്ള വോൾസുകൾ ഉണ്ടായിരിക്കും. ഇതിന് എക്സാമ്പിളാണ് പെനിസില്ലിയം. ഓക്കെ. The cell walls of fungi are composed of chitin and polysaccharides. ഫംഗസിൻ്റെ സെൽ വോള്, നമുക്കറിയാം സെൽ വോൾ എന്താണെന്ന്. അപ്പോൾ ഈ ഫംഗസിൻ്റെ സെൽ വോൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കമ്പോസ്ഡ് ഓഫ് കൈറ്റിൻ ആൻഡ് പോളിസാക്രൈഡ്സ്. കൈറ്റിൻ കൊണ്ടും പോളിസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ ആൽഫ, ബീറ്റ എന്ന് പറയുന്നത് അങ്ങനെയുള്ള പ്രോട്ടീൻസൊക്കെയാണ് പോളിസാക്രൈഡ്സ് കൊണ്ടും കൈറ്റിൻ കൊണ്ടുമാണ് ഈ ഫംഗസിൻ്റെ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ. ഇനി ഈസ്റ്റിൻ്റെ എക്സാമ്പിളാണ് തന്നിട്ടുള്ളത്. യൂണിസെല്ലാറായിട്ടുള്ള ഈസ്റ്റിൻ്റെ എക്സാമ്പിളാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനും കാണിച്ചിരിക്കുന്നതിന് വാക്കോള്, സെൽ മെംബ്രെയിൻ, സെൽ വാൾ, സൈറ്റോപ്ലാസം, ലിപ്പിഡ് ഗ്രാനുൾ, ന്യൂക്ലിയസ് ആൻഡ് മൈറ്റോകോൺട്രിയ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത്. ഇനി മൈസീലിയത്തിൻ്റെ എക്സാമ്പിൾ നോക്കൂ. ഒരു റൂട്ട് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. മൈസീലിയത്തിൻ്റെ പിക്ചർ നോക്കൂ. ഇതിൽ കണ്ടില്ലേ, ഒരു വേര് പോലെ അതിലിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ രോമം പോലെ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരു വൈറ്റ് രോമം പോലെ നിൽക്കുന്നത്. ഇത് മൈസീലിയത്തിൻ്റെ ഒരു പിക്ചറാണ്. അതുപോലെ തന്നെ ഹൈഫ കാണുന്നുണ്ട്. ഹൈഫ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇലോങ്ങേറ്റഡ് ആണ്, സ്ലെൻഡർ ത്രെഡ് ലൈക്കാണ് സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഒരു ടൊമാറ്റോയിലുള്ള ഒരു തക്കാളിയിലുള്ള ഒരു ഫംഗസിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി കോയനോസൈറ്റിക് ഹൈഫയുടെ പിക്ചർ നോക്കൂ. സോ നിങ്ങൾക്ക് ഈ പിക്ചറൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇനി ഇവിടെ പെനിസിലിയത്തിൻ്റെ സ്ട്രക്ചർ നോക്കൂ. ഇതിൽ ഒരുപാട് സർക്കിളായിട്ട് സ്ഫിയേഴ്സ് കാണുന്നില്ലേ നിങ്ങൾ ഇതിൻ്റെ എൻഡിൽ? അതാണ് സ്പോർസ് എന്ന് പറയുന്നത്. ഇനി ഫംഗൽ സെൽ വാള് പറഞ്ഞു കൈറ്റിനും അതേപോലെ തന്നെ പോളിസാക്രൈഡ്സ് കൊണ്ടും കമ്പോസ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ അതാണ് ഈ സ്ട്രക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ്റെ ടൈപ്സ് ആണ് പറയുന്നത് വെജിറ്റേറ്റീവ് മെത്തേഡ്, അസെക്ഷുവൽ മെത്തേഡ് ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. 3 ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ്, വെജിറ്റേറ്റീവ് മെത്തേഡ്. It takes place by fragmentation, fission and budding. വെജിറ്റേറ്റീവ് മെത്തേഡിലൂടെ ഏതൊക്കെ ടൈപ്സ് റീപ്രൊഡക്ഷനാണ് നടക്കുന്നത്? ഒന്ന് ഫ്രാഗ്മെൻറ്റേഷൻ, രണ്ടാമത് ഫിഷൻ ആൻഡ് ബഡ്ഡിംഗ് ആണ്. രണ്ടാമത്തത് അസെക്ഷുവൽ മെത്തേഡിലൂടെ നടക്കുന്നത് ഇറ്റ് ടേക്സ് പ്ലേസ് ബൈ സ്പോർസ് കോൾഡ് കൊനീഡിയ ഓർ സ്പൊറാൻജിയോസ്പോർസ് ഓർ സൂസ്പോർസ്. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഫ്രാഗ്മെൻറ്റേഷൻ എന്താണ്, ഫിഷൻ എന്താണ്, ബഡ്ഡിങ് എന്താണെന്നൊക്കെ. അസെക്ഷുവൽ മെത്തേഡിൽ കൊനീഡിയ എന്ന് പറയുന്നത് സ്പോർസിൽ ടേക്സ് പ്ലേസ് ചെയ്യുന്ന റീപ്രൊഡക്ഷനാണ്. നേരത്തെ ഞാനൊരു ഫിഗർ കണ്ടില്ലേ, പെനിസിലിയം, അതിൻ്റെ അറ്റത്ത് ഒരു സ്പിയേഴ്സ് കണ്ടല്ലോ. ആ സ്പിയേഴ്സ്, അതായത് ആ സ്പോർസ് തന്നെയാണ് കൊനീഡിയ. ആ സ്പോർസിനുള്ളിലാണ് ഈ റീപ്രൊഡക്ഷൻ ഉണ്ടാക്കുക. അതാണ് അസെക്ഷുവൽ മെത്തേഡിലൂടെ നടക്കുന്ന റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആ സ്പോർസിൽ ഉണ്ടാകുന്ന അങ്ങനെയുള്ള റീപ്രൊഡക്ഷനാണ് കൊനീഡിയ എന്ന് പറയുന്നത്.
ഇങ്ങനെയുള്ള കൊനീഡിയ അല്ലെങ്കിൽ സ്പൊറാഞ്ചിയോസ്പോർസ് അല്ലെങ്കിൽ സൂസ്പോർസ് എന്ന് അതിന് പറയുന്നു. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എങ്ങനെയാണ് നടക്കുന്നത്? ഇറ്റ് ടേക്സ് പ്ലേസ് ബൈ oospores, ascospores ആൻഡ് ബസിഡിയോസ്പോർസ്. oosporesiലൂടെയോ അല്ലെങ്കിൽ ആസോസ്പോർസിലൂടെയോ അല്ലെങ്കിൽ ബസിഡിയോസ്പോർസിലൂടെയോ ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുക. അടുത്ത പാർട്ടിൽ നമ്മൾ ഇതെന്തൊക്കെയാണെന്ന് വിശദീകരിക്കുന്നതായിരിക്കും. The spores are produced in special structures called fruiting bodies. ഈ സ്പോർസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ സെക്ഷൽ മെത്തേഡിൽ സ്പോർസിലൂടെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അതാണ് കൊനീഡിയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ എന്തും വിളിക്കാം? സ്പൊറാഞ്ചിയോസ്പോർസ് അല്ലെങ്കിൽ സൂസ്പോർസ്. അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് മെത്തേഡിൽ എന്തായിരുന്നു? ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ, ബഡ്ഡിംഗ്. സെക്ഷൽ റീപ്രൊഡക്ഷനിലോ oospores, ascospores ആൻഡ് ബസിഡിയോസ്പോർസ് എന്നിവയിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ സ്പോർസുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ സ്ട്രക്ചറുകളാണ്. ഓരോന്നും ഓരോരോ സ്പെഷ്യൽ സ്ട്രക്ചറാണ് ഓരോരോ സ്പോർസുകളും കാണിക്കുന്നത്. ഓരോരോ സ്പോർസുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓരോരോ സ്പെഷ്യൽ സ്ട്രക്ചേഴ്സുകളാണ്. അപ്പോൾ അതിനെയാണ് ഫ്രൂട്ടിംഗ് ബോഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫ്രാഗ്മെൻറ്റേഷൻ്റെ ഒരു പ്രോസസ്സ് നോക്കൂ. പ്ലനേറിയയിലുള്ള ഒരു ഫ്രാഗ്മെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പാരൻ്റ് ആയിട്ടുള്ള ഒരു പ്ലനേറിയെ കാണിച്ചിരിക്കുന്നുണ്ട്. അത് 3 കട്ട് ചെയ്ത പോലെ കാണിക്കുന്നുണ്ട്. അതാണ് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് പ്ലനേറിയ എന്ന് പറയുന്നത്. ഈ 3 ഭാഗങ്ങളും 3 ഓർഗാനിസംസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഡോട്ടർ പ്ലനേറിയ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് ഫിഷൻ നോക്കൂ. ഫിഷന് 1, 2 ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബഡ്ഡിങ് ഇൻ ഹൈഡ്ര. ഹൈഡ്രയിൽ ബഡ്ഡിങ്ങിൻ്റെ പ്രോസസ്സ് വെജിറ്റേറ്റീവ് മെത്തേഡാണ്. നമ്മൾ പറഞ്ഞു ഫിഷനും ബഡ്ഡിങ്ങും അതുപോലെ തന്നെ ഫ്രാഗ്മെൻറ്റേഷനും ഒക്കെ വെജിറ്റേറ്റീവ് മെത്തേഡാണ്. അപ്പോൾ ഇതിൽ ബഡ്ഡിങ് ഹൈഡ്രയുടെ ഒരു സ്ട്രക്ചറാണ്. ഈ ഹൈഡ്രയിലുള്ള ബഡ്ഡിങ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ചെറിയ ഇവിടെ കണ്ടില്ലേ നിങ്ങൾ, ഒരു ചെറിയ സ്പോർ ഇങ്ങനെ ഉണ്ടായി വരുന്നു. ഒരു ചെറിയൊരു ബഡ് ഇങ്ങനെ ഉണ്ടായി വരുന്നു. ആ ബഡ് പിന്നെ വലുതായി പിന്നെ ആ ഹൈഡ്രയുടെ അത്ര വലിപ്പമാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ കൊനീഡിയയുടെ സ്ട്രക്ചർ നോക്കൂ. ഇതൊക്കെയാണ് കൊനീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് oospores, ascospores ആൻഡ് ബസിഡിയോസ്പോർസ്. oosporesൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആസോസ്പോർസ് കാണിച്ചിട്ടുണ്ട്. ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ട് സ്പിയേഴ്സ് ഉള്ളിൽ, ഒരു ബ്ലാക്ക് സ്പിയേഴ്സ് ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് പോലെ കാണിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ബസിഡിയോസ്പോർസ്. ബസിഡിയോസ്പോർസിൽ മുകളിൽ ഒരു ബഡ്സ് പോലെയുള്ള ഭാഗങ്ങൾ കണ്ടിട്ടില്ല, സ്പോർസ് പോലെ. ഈ ബസിഡിയോസ്പോർസിൻ്റെ ബസീഡിയം എന്ന സ്റ്റെമ്മാണ്. ഈ സ്റ്റെമ്മാണ് ബസീഡിയം. ഈ ബസീഡിയത്തിൻ്റെ മുകളിലായിട്ട്, ഈ സ്റ്റെമ്മിൻ്റെ മുകളിലായിട്ട് സ്പോർസുകൾ കാണുന്നില്ലേ, അതാണ് ബസിഡിയോസ്പോർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 4ാമത്തെ ടോപ്പിക്കാണ് സ്റ്റെപ്സ് ഓഫ് സെക്ഷുവൽ സൈക്കിൾ. സെക്ഷുവൽ സൈക്കിളിൻ്റെ സ്റ്റെപ്സുകളാണ് പറയുന്നത്. 1ാമത്തെ സ്റ്റെപ്പാണ് ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ബിറ്റ്വീൻ 2 motile or non-motile gametes are called plasmogamy. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസത്തിൻ്റെ സൈറ്റോപ്ലാസം അല്ല, പ്രോട്ടോപ്ലാസാണ്. രണ്ടും വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പോൾ പ്രോട്ടോപ്ലാസത്തിൻ്റെ ഫ്യൂഷനാണ് പറയുന്നത്. എന്തിൻ്റെ ഇടയിലുള്ള ഫ്യൂഷനാണ് പറയുന്നത്? 2 മോട്ടൈൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ 2 നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഗാമേറ്റ്സ്. അതായത് നോൺ മോട്ടൈൽ എന്ന് പറഞ്ഞാൽ ചലിക്കാത്തത്, മോട്ടൈൽ എന്ന് പറഞ്ഞാൽ ചലിക്കുന്നത്. ഗാമേറ്റ്സ് നമുക്കറിയാം. ഗാമേറ്റ്സുകൾ എന്താണെന്നൊക്കെ നമുക്കറിയാം. 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ് ഗാമേറ്റ്സ് എന്താണെന്ന്. അപ്പോൾ ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ബിറ്റ്വീൻ 2 motile or നോൺ മോട്ടൈൽ ഗാമേറ്റ്സ്. ചലിക്കുന്ന ഗാമേറ്റ്സിൻ്റെ അല്ലെങ്കിൽ ചലിക്കാത്ത ഗാമേറ്റ്സിൻ്റെ ഇടയിലുള്ള പ്രോട്ടോപ്ലാസത്തിൻ്റെ ഫ്യൂഷനാണ്. എന്താണ്? ചലിക്കുന്ന ഗാമേറ്റ്സിൻ്റെ അല്ലെങ്കിൽ മോട്ടൈലായിട്ടുള്ള ഗാമേറ്റ്സിൻ്റെ, അല്ലെങ്കിൽ എന്താണ് നോൺ മോട്ടൈലായിട്ടുള്ള ഗാമേറ്റ്സിൻ്റെ, ചലിക്കാത്ത ഗാമേറ്റ്സിൻ്റെ, അതിൻ്റെ രണ്ടിൻ്റെയും ഒന്നാമത് 2 മോട്ടൈൽ, അതായത് 2 ചലിക്കുന്ന ഗാമേറ്റ്സിൻ്റെ ഇടയിലുള്ള പ്രോട്ടോപ്ലാസത്തിൻ്റെ ഫ്യൂഷനോ അല്ലെങ്കിൽ 2 ചലിക്കാത്ത ഗാമേറ്റ്സിൻ്റെ പ്രോട്ടോപ്ലാസത്തിൻ്റെ ഫ്യൂഷനോ ആണ്. അപ്പോൾ ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? പ്ലാസ്മോഗാമി. 2ാമത്തെ സ്റ്റെപ്പാണ് ഫ്യൂഷൻ ഓഫ് 2 ന്യൂക്ലിയൈ കോൾഡ് കാരിയോഗാമി. 2 ന്യൂക്ലിയൈ എന്ന് പറഞ്ഞാൽ ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ അതിന് ന്യൂക്ലിയൈ എന്നാണ് പറയുന്നത്, ഫംഗൈ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഫ്യൂഷൻ ഓഫ് 2 ന്യൂക്ലിയൈ, 2 ന്യൂക്ലിയസുകളുടെ ഫ്യൂഷനാണ് എന്ത് പറയുന്നത്? കാരിയോഗാമി എന്ന് പറയുന്നത്. ഓക്കെ,
രണ്ട് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്ത ആ പ്രോസസ്സിനെ പറയുന്ന പേര് കാരിയോഗമി. പ്ലാസ്മോഗമി എന്ന് പറയുന്നത് രണ്ട് നോൺ മോട്ടൈലായിട്ടുള്ള ഗാമീറ്റ്സിൻ്റെ ഇടയിലുള്ള പ്രോട്ടോപ്ലാസത്തിൻ്റെ ഫ്യൂഷൻ, അല്ലെങ്കിൽ രണ്ട് മോട്ടൈലായിട്ടുള്ള ഗാമീറ്റ്സിൻ്റെ ഇടയിലുള്ള പ്രോട്ടോപ്ലാസത്തിൻ്റെ ഫ്യൂഷൻ. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് മിയോസിസ് ഇൻ സൈഗോട്ട് റിസൾട്ടിങ് ഇൻ ഹാപ്ലോയിഡ് സ്പോർസ്. സൈഗോട്ടിലുള്ള മിയോസിസ്, നമുക്കറിയാം മൈറ്റോസിസ് ഡിവിഷൻ നടക്കും, മിയോസിസ് ഡിവിഷൻ നടക്കും. അപ്പോൾ സൈഗോട്ടിലെ മിയോസിസിൻ്റെ ഡിവിഷനിൽ എന്താണ് റിസൾട്ട് ചെയ്യുന്നത്? ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസുകളാണ് റിസൾട്ട് ചെയ്യുന്നത്. അതായത് 2N അല്ല, 2N എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആയിട്ടുള്ളതാണ്, N എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആയിട്ടുള്ളതാണ്. റെഡ്യൂസ് ചെയ്യാൻ ചെയ്യുന്നത് ഹാഫായിട്ട്. അപ്പോൾ സൈഗോട്ടിലെ മിയോസിസ് നടന്നാൽ അത് എന്താണ് അതിൻ്റെ ഫലം? ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസുകൾ ഉണ്ടാവുക, N ആയിട്ടുള്ള സ്പോർസുകൾ ഉണ്ടാവുകയാണ് ചെയ്യുക. ഇതിൽ 2 ഹാപ്ലോയിഡ് ഹൈഫൈ കം ടുഗദർ ആൻഡ് ഫ്യൂസ് റിസൾട്ട്സ് ഇൻ ഡിപ്ലോയിഡ് സെൽസ്. ഇങ്ങനെ 2 ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഹൈഫകൾ ചേർന്നിട്ട് അതെന്ത് ചെയ്യും? ഫ്യൂസ് ചെയ്തിട്ട് എന്തുണ്ടാകും? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലുകൾ ഉണ്ടാകും, ഡിപ്ലോയിഡ് ആയിട്ടുള്ള കോശങ്ങൾ ഉണ്ടാകും. അതായത് 2N എന്ന് പറഞ്ഞാൽ ഡിപ്ലോയിഡ്, ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ N ആണ്. അപ്പോൾ 2N കൂടിയാൽ എന്തുണ്ടാകും? 2 ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഹൈഫകൾ ചേർന്നിട്ട് ഫ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് ഉണ്ടാകും. ഓക്കെ, ഇതിൻ്റെ ഒരു ഫിഗറാണ് തന്നിട്ടുള്ളത്. ഈ സ്റ്റെപ്സ് ഓഫ് സെക്ഷൽ സൈക്കിളിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് എന്താണ്? പ്ലാസ്മോഗമി ഹെറ്ററോകാരിയോട്ടിക് 2N കൂടി ഞാൻ പറഞ്ഞു, 2 ഹാപ്ലോയിഡ് ആയിട്ടുള്ളത് കൂടി ചേർന്നിട്ട് എന്തുണ്ടാകും? കാരിയോഗമി എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂക്ലിയസിൻ്റെ ഫ്യൂഷനാണ്, 2 ന്യൂക്ലിയസിൻ്റെ ഫ്യൂഷൻസ് ആണ്, അതായത് N+N. അപ്പോൾ കാരിയോഗമി നടന്നിട്ട് പിന്നെ എന്താകും? സൈഗോട്ട്, ഹാപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാകും. സൈഗോട്ട് മിയോസിസ് ഡിവിഷൻ നടന്നിട്ട് എന്തുണ്ടാകും? മിയോസിസ് ഡിവിഷൻ നടന്നിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെൽസുകൾ ഉണ്ടാകും. വീണ്ടും അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. പിന്നെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസുകൾ, പിന്നെ വീണ്ടും ഹൈഫ എന്തായിട്ട് മാറും? ഹൈഫകൾ സ്പോർസുകൾ ആയിട്ട് മാറും, സ്പോർസുകൾ വീണ്ടും ഹൈഫ ആയിട്ട് മാറും. അത് അവിടെ ഒരു സൈക്കിളായിട്ട് നിൽക്കും. പിന്നെ ഹൈഫ വീണ്ടും പ്ലാസ്മോഗമി, അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ടു ഓൾ.